സങ്കീർത്തനം 91 പറയും, അതായത് അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾക്ക് നമുക്കറിയാം, ഇസ്രായേൽ ജനം പല ഘട്ടത്തിലൊരു മഹാമാരികളാൽ അവർ നിറയുന്നുണ്ട്. ശരിക്കും ഈജിപ്തിൽ തന്നെ ദൈവം 10 അടയാളം കാണിക്കുമ്പോൾ 10 മഹാമാരികളാണ് ഈജിപ്തിലുണ്ട്. ശരിക്കും ഈ മഹാമാരികൾ എന്തിനറിയോ? വിമോചനത്തിൻ്റെ ഒരു കാഹളം മുഴക്കലാണ്. ഇസ്രായേൽ ജനം മുഴുവൻ ഈജിപ്ത് വിട്ട് പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാഹളം മുഴക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു 10 പ്രകൃതി ദുരന്തങ്ങൾ ഈജിപ്തിൽ ദൈവം അനുവദിക്കുന്നത് ദൈവജനത്തിൻ്റെ വിമോചനത്തിൻ്റെ സമയം. അതുകൊണ്ട് ഈശോയ്ക്ക് യുഗാന്ത്യത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുള്ള ദൈവവചന ഭാഗം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ സമയത്ത് ഉഗ്രപീഡനങ്ങൾ ലോകത്തിലുണ്ടാകും. ഉഗ്രപീഡനം വെച്ചാൽ പലതരത്തിലും പീഡനം, പെർസിക്യൂഷനാകാം, മതപീഡനമാകാം, ഇതുപോലത്തെ മഹാമാരിയാകാം, ഭൂമികുലുക്കമാകാം, യുദ്ധങ്ങളാകാം, അങ്ങനെ പലതും. അതെല്ലാം തന്നെ ഒരു പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് ഒരു വിമോചനത്തിൻ്റെ ഒരു കാഹള ശബ്ദമാണ്. അപ്പം അത് നമ്മൾ ഈ സമയം നമ്മൾ ഈശോയിലേക്ക്, ദൈവത്തിലേക്ക്, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പെസഹ ആചരിക്കുക എന്നുള്ള സംഭവമാണ്. പഴയ നിയമ ഇസ്രായേൽ ജനം ദുഷ്ടാരൂപിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഫറവോയുടെ പിടിയിൽ നിന്ന് മോചിക്കപ്പെടാൻ കാരണം അവർ നടത്തിയൊരു പെസഹ ബലിയുടെ ഫലം. അപ്പം അത് കാൽവരി ബലിയുടെ ഫലം. ഞാൻ പരിശുദ്ധ കുർബാന എന്ന വലിയ ബലിയർപ്പണത്തിൻ്റെ പരിണിത ഫലമാണ് ശരിക്കും വിമോചനം. ഈ സമയത്ത് ഞാൻ പറയും, 2 കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ ധ്യാനങ്ങളൊക്കെ ഇപ്പം കിട്ടണം നിർബന്ധം, ധ്യാനങ്ങൾ സുവിശേഷ പ്രഘോഷമൊന്നും കിട്ടണമല്ലോ. പക്ഷേ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ കുർബാന അർപ്പണം, ബലിയർപ്പണം, സെലിബ്രേഷൻ ഓഫ് ദ യുക്കറിസ്റ്റിക് സെലിബ്രേഷൻ. അപ്പം അത് കൃത്യമായിട്ട് അതിൽ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ പരിഹാരം ചെയ്ത് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് അമ്മയോട് കൂടുതൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും, ഈ ദുഷ്ടാരൂപി നമ്മളിന്ന് ഓടി അകന്നുകൊള്ളും. വലിയ അത്ഭുതം കാണാം, നമ്മുടെയൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിലപ്പോഴൊക്കെ പെൻഡക്കോസ്റ്റൽ ടീച്ചിങ്സ് വരുമ്പോൾ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അപ്പോൾ കയർന്ന് വരുമ്പോൾ ഒരു സംഭവം ഇതാണ്, പരിശുദ്ധ അമ്മയെ അവർ ഔട്ടാക്കും. അപ്പം അത് ഔട്ടാക്കുന്നൊരു നേച്ചർ, പുറത്താക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു ദുഷ്ടാരൂപിയുടെ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നത്. അമ്മയ്ക്കൊരു പ്രത്യേകമായ ഒരു സ്ഥാനം ദൈവരാജ്യത്തിലുണ്ട്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അത് ഈശോയുടെ സ്ഥാനത്തെ ഒരിക്കലും കുറയ്ക്കുന്നില്ല. ഈശോയെ ഈശോയ്ക്കുള്ള സ്ഥാനം ഒട്ടും കുറവ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 2ാമത്തെ ആളായ ഈശോ മിശിഹായ്ക്ക്, ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്കുള്ള സ്ഥാനത്തിന് അവനിലൂടെയാണ് രക്ഷണീയ കർമ്മം നടന്നത്. ലോകം മുഴുവൻ രക്ഷപ്പെട്ട ഈശോയുടെ കാൽവരി ബലിയിലൂടെ, പാപപരിഹാര ബലിയിലൂടെ. പക്ഷേ ഇനി വരുന്നത് ഇനി വരുന്നതും ഒരു നീതിവിധിയാളനായിട്ടാണ്. നീതിവിധിയാളനായിട്ട് വരുന്ന ഈശോയുടെ മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുവാനും നമ്മുടെ കുറവുകളെ അമ്മ ഏറ്റെടുത്ത് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വലിയ രഹസ്യമാണ് ഇതിപ്പോൾ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ഈ നാളുകളിൽ അപ്പം ഞാനൊന്ന് ഈശോ എനിക്കൊരു 2014, 15, 16 നാളുകളിൽ തന്നെ എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു ബോധ്യമായിരുന്നു. ഒരു 18 കഴിഞ്ഞാൽ 17 കഴിഞ്ഞാൽ അപകടങ്ങളുടെ നാളുകളാണ്, ഇനി പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ കൂടെയൊക്കെ ഒത്തിരി അസ്വസ്ഥനാകുമായിരുന്നു. ഞാൻ വളരെ ഫ്രസ്ട്രേഷൻ വരും, ചില സമയം ഫ്രസ്ട്രേഷൻ വരും, ഡിസ്റ്റേബ്ഡ് നിൽക്കും. അപ്പോൾ ഐ നോ ദ ഹോളി സ്പിരിറ്റ് വാസ് ടെല്ലിങ് മീ. അപ്പോൾ ഈ നാളിൽ ഓർക്കുക, ദൈവമേ ഞാൻ സോറി പറയുക, കർത്താവേ നീ എന്തോരു വ്യക്തതയോടെ നീ എനിക്കെല്ലാം പറഞ്ഞു തന്നത്, അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല, വെറും പൊടിയും ചാരവുമായി എനിക്ക് മഹാഭാവിയെ എന്നോട് ദൈവമേ നീ ഇത്രയും വലിയൊരു രഹസ്യങ്ങളൊക്കെ ലോകത്തിൽ നടക്കുന്നത് അതേപടി വ്യക്തതയോടെ വെളിപ്പെടുത്തിരുന്നതിനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ ഒരൊറ്റ കാര്യം. അപ്പം അതുകൊണ്ട് ഈ നാളുകളിൽ ഇനിയും ചില പ്രതിസന്ധികളിലൂടെ ലോകം പോകും. ഈ നാൾ അത് പൈശാചിക ഒരു പീഡനമാട്ടെ. ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. അത് അച്ഛപ്രദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇന്നത്തെ മനുഷ്യർ മുഴുവൻ ബുദ്ധിയിലാണ് ചിന്തിക്കുന്നത്, യുക്തി മാത്രം, ഒരു തലത്തിൽ മാത്രം. പക്ഷേ അതിൻ്റെ എപ്പോഴും ഒരു കാര്യം ഹെബ്രായ 11:3 അറിഞ്ഞിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 11:3 അവിടെ പറയും, ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ആ വചനം ഭയങ്കരമാണ്.
ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പോൾ കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്ത, അപ്പോൾ there are two kinds of realities. One is visible realities, then second invisible realities. അപ്പോൾ കാണപ്പെടാതെ അങ്ങനെ ഒരു തലമുണ്ട്. ഈ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടാകുന്ന സൽസംഭവം. ചിലതൊന്ന് പൈശാചിക ശക്തിയുടെ ഒരു പ്രവർത്തനം ഒരു വീട്ടിൽ നടന്നാൽ നല്ല ദൈവവിശ്വാസം ആഴമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് പൈശാചിക ശക്തി പ്രവർത്തിച്ചാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുക സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ ലോകത്ത് നാച്ചുറലാണ്, പെരിഫറൽ, മറ്റ് പല 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 അർത്ഥങ്ങൾ കൊടുക്കും. അത് വേൾഡ് നാച്ചുറലാണ് ഒക്കെ പറയും. ശരിക്കും ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങൾ ഒറിജിനൽ അറിയാവുന്നൊരു വ്യക്തിക്ക് മാത്രമേ അത് ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമായിരുന്നോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ല, ഒരിക്കലും അത് പറ്റില്ല. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായാലും അത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. എങ്കിൽ അവിടെയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും. അല്ലെങ്കിൽ നമ്മൾ പറയും അത് തട്ടിപ്പ വെട്ടിപ്പ അത് സമ്പത്തിന് അതാണ് ഇതാണൊക്കെ കുറ്റം പറയും. നമ്മൾ ഒത്തിരി കുറ്റം പറയും. ഈശോയ്ക്ക് തന്നെ അതുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമുക്കറിയാം ഹെറോദോസ് ഈശോയെ കൊല്ലാൻ ആളയക്കുന്നുണ്ടല്ലോ. ഈശോ കൊല്ലാൻ ആളയക്കുന്നു. അപ്പോൾ അവന് അത് പരിശുദ്ധാത്മാവിനാലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് കിട്ടുന്നില്ല. അപ്പോൾ ഈശോയെ നമുക്കറിയാം നിയമജ്ഞരും ഫരിസേയരും പുരോഹിതർ പോലും കൂടെ ഒരുമിച്ച് ഈശോയെ ഇല്ലാതാക്കാൻ വേണ്ടി പലതവണ പരിശ്രമിക്കുന്നുണ്ടല്ലോ, ബൈബിളിൽ കാണാം. അവർ അവനെ ബന്ധിക്കുന്നു, അവനെ കൊല്ലാൻ നോക്കുന്നു, അവനെ മലമുകളിൽ നിന്ന് ഒരു താഴെയിടാൻ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം അപ്പോൾ അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ. അപ്പോൾ അവർക്കിത് അവർ ഒന്നും പഠിച്ചിട്ട് അറിയുന്നില്ല. അവരെല്ലാം വിചാരിക്കുന്നത് കാണപ്പെടുന്നവയിൽ നിന്ന് തന്നെയാണ് കാണപ്പെടുന്നവ ഉണ്ടാകുന്നത്. പക്ഷെ അതല്ല, കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നവ ഉണ്ടായി എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല, അവരറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ ആ ഒരു തലം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ഒരു അനുഭവത്തിൽ ഈശോ ഒരു ഒത്തിരി വർഷത്തെ ദൈവവചനം വായിക്കലും പഠനത്തെ പ്രാർത്ഥനയിലൂടെ കിട്ടി. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഈ ദിവസങ്ങളിലേക്കൊരു രസകരമായൊരു മിറക്കിൾ. എനിക്കറിയാവുന്നൊരു ഫാമിലി, അപ്പോൾ അവർ ഈ ജർമ്മനിയിലുള്ളവരാണ്. അപ്പോൾ അവിടുത്തെ ഒരു മകള് അവൾ എക്സാം അവിടെ എഴുതാപ്പോൾ ഇതൊരു ജർമ്മൻ എക്സാം എന്തോ എഴുതാൻ പോയപ്പോൾ അവിടെ വർഷങ്ങളായിട്ട് അവിടെയുള്ളവരാണ്. ഭയങ്കരമായി ബ്ലോക്ക്, അപ്പോൾ മാർക്ക് കിട്ടുന്നില്ല, തോറ്റു, 1-2 പ്രാവശ്യം തോറ്റുപോയെന്ന് തോന്നുന്നു. അപ്പോൾ ഒത്തിരി വിഷമത്തില്ല. അപ്പോൾ ഫാമിലിയെല്ലാം ഒത്തിരി വിഷമത്തില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫാമിലി മാത്രമേ. അപ്പോൾ ഇവർ പറയുകയാണ്, കൊച്ചിങ്ങനെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കും വല്ലപ്പോഴൊക്കെ, അങ്ങനെ എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നല്ലൊരു ആത്മീയ സൗഹൃദം, ഒരു ബന്ധം ഈ അണക്കരം വരെയും ധ്യാന കേന്ദ്രവുമായിട്ട് സൂക്ഷിക്കുന്നൊരു കുടുംബം. അപ്പോൾ ഈ കൊച്ചിൻ്റെ എക്സാമിൻ്റെ അപ്പോൾ ലാസ്റ്റ് എക്സാം വരികയാണ്. അപ്പോൾ അത് 100% പേടിക്കണം. അധ്യാപകരും ഇവക്കെതിരാണ്, എന്തോ സൊസൈറ്റി എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ആ രാത്രി ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് രാത്രി എന്നെ പറയാം അച്ഛൻ ഡൊമിനിക്ക് വന്നിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് വേണം. അപ്പോൾ ഞാനിങ്ങനെ ബോധം കെട്ട് താഴെ വീണു, സ്വപ്നത്തിലാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു. പക്ഷെ രാവിലെ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മശക്തി, എൻ്റെ എല്ലാം മാറി, ബന്ധനം ഒഴിഞ്ഞു. ഞാൻ പോയി പരീക്ഷ എഴുതിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എഴുതിയെന്ന് മാത്രമല്ല, ഫുൾ മാർക്ക്, ഫസ്റ്റ് റാങ്ക് ഈ കുട്ടിക്ക് ലഭിച്ചു. ഇത് കഥ പറയല്ല, സംഭവിച്ചിട്ടിപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പേരൻസ് എന്നെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു. കുട്ടി അവരെല്ലാം വിളിച്ചെന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാനിവിടെ തന്നെ അണക്കര തന്നെ ഇവിടെ ഉണ്ട്, ഞാനിവിടുത്തെ പോയിട്ടില്ല. അപ്പോൾ ഇതൊരു എങ്ങനെ സംഭവിക്കുന്നു, അവർ തന്നെ വാട്ട് ഈസ് ഫാദർ, ഇങ്ങനെ ഒത്തിരി സംഭവം ഈ നാളുകളിൽ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇതൊക്കെ ബൈബിളിലുള്ളതാണ്, ബൈബിളിലുള്ളതൊക്കെ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അതിൻ്റെ സൂപ്പർ നാച്ചുറലായ ഒരുപാട് തലങ്ങളുണ്ട്, ലൈഫിൽ ഒത്തിരി തലങ്ങളുണ്ട്. ചില ഹീലിങ് നടക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ എന്നെ പിടിച്ചു കിട്ടിയ ആളും ഞാൻ പറയും ഇത് ആൾ ഹീൽ ചെയ്യപ്പെടുകയെന്ന് പറയും. ഒരു സമയങ്ങളെ നിങ്ങളിപ്പോൾ
അതിനാ വെച്ചാൽ അങ്ങനെ പറ അച്ഛൻ ഞാൻ പറഞ്ഞു ഞാനല്ല ഇത് ചെയ്യേണ്ടത്, ദൈവമാണ് ചെയ്യുന്നത്. ആ ഒരു തലമുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ചിലപ്പോൾ എനിക്കത് വിഷമമുണ്ട്, അവർക്കും വിഷമം വരും. എന്നാൽ വേറെ ചില ആളിങ്ങനെ വഴിയേ പോകുന്നതിനായിരിക്കും. ഞാൻ വെച്ചാൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. കഴിഞ്ഞ ആൾക്ക് ഒരുത്തിൻ്റെ ഒരു നട്ടലിനൊരു സീരിയസ് പ്രശ്നം ഉണ്ടായിട്ട് MRI ചെയ്തിട്ട് വലിയ പ്രശ്നമായി. ഡോക്ടർ പറഞ്ഞു ദിവസങ്ങളോട് നീണ്ടു നിൽക്കുന്നത് ചികിത്സ ചെയ്യണം, എൻ്റെ ഓപ്പറേഷൻ പോലത്തെയോ എന്തൊക്കെ ചെയ്യണം. കാരണം നട്ടലിൻ്റെ 4-5 കശേരുക്കൾക്ക് സീരിയസ് ആയ പ്രോബ്ലം, വളരെ സീരിയസ് ആയ പ്രശ്നം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോൾ ആളെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആളുടെ കഥയിലേക്ക് വെച്ചപ്പോൾ ഒരു 6 പ്രാവശ്യം ആളിങ്ങനെ ബോധം കിട്ടും താഴെ വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആശുപത്രിക്ക് പോകാൻ വേണ്ടി ഒരു ഡേറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക ബാക്കിയുള്ള ചികിത്സയ്ക്ക്. അപ്പോൾ ഞാൻ വെയിറ്റ് പ്ലീസ് വെയിറ്റ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു പറഞ്ഞു ആൾക്കൊണ്ട് പ്രാർത്ഥന സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾക്കൊണ്ട് പോയി പ്രാർത്ഥിച്ചു. അത് സംഭവിച്ചു. ഹീലിംഗ് നടന്ന ആൾ ഓടിപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതുപോലെ കഴിഞ്ഞ ദിവസം അതൊരു സംഭവം. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ കാരണം എനിക്കറിയില്ല. ഐ എം നത്തിങ്. ഞാൻ പറയും ഇതൊന്നും എൻ്റെ കയ്യിൽ കൺട്രോളിലിരിക്കുന്ന സാധനമല്ല. ഞാനിപ്പോഴും ശുശ്രൂഷ ചിലവർക്കും പല അറിയാമല്ലോ, യു ക്യാൻ ഫോളോ മീ. അപ്പോൾ ഞാൻ പറയും ഇതെൻ്റെ കയ്യിലേക്കെന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് അനുഭവിച്ച കാര്യം, ഈ ലോകത്തെക്കാളും ഒറിജിനലായ വേറൊരു ലോകമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ഈ ലോകത്തെക്കാളും സുന്ദരമായൊരു ലോകം വേറെ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ഈ ലോകത്തെക്കാളും സത്യസന്ധതയുള്ള വേറൊരു സത്യസന്ധമായൊരു രാജ്യമുണ്ട്, ഈശോയുടെ രാജ്യം. അതാണ് ഈ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും. സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയം സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം കണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ അവൻ വേറൊരു ലോകം കണ്ടു. 56-ാമത്തെ വചനമാണ് അപ്പോസ്തല പ്രവർത്തനം 6:56. അവൻ വേറൊരു ലോകം കണ്ടു, ഹസീൻ. അതുകൊണ്ടാണ് അവൻ ഉടനെ ഈശോ മരിക്കുന്ന പോലെ മരിക്കുന്നത്. അവൻ അത് കണ്ടത് കൊണ്ടാണെന്ന് എനിക്ക് വിശ്വാസം. പിന്നെ അവൻ പറയുന്നുണ്ട്, അപ്പോൾ അവർ അവനെ പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളെന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അടിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവ് ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞവൻ മരണനിദ്ര പ്രാപിച്ചു. അവനെ എറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ ക്ഷമ ചോദിച്ച്, അല്ല ക്ഷമിച്ചുകൊണ്ട് ഈശോ മരിച്ചു, പിതാവ് ഇവർ ചെന്ന് അറിയുന്ന ഇവർ ക്ഷമിക്കണം. അതുപോലെ പ്രാർത്ഥിച്ചു മരിക്കാൻ കാരണം ഇവരാ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ വേറൊരു ലോകം കണ്ടു. ഈ മരണം ഇതൊരു നെഗറ്റീവായിട്ട് അവൻ തോന്നി. ഈ മരണമോ, ഈ കല്ലേറോ, ഈ ഉപദ്രവോ, ഈ ഒറ്റപ്പെടലോ, ഇതൊന്നും ഇവരൊരു നെഗറ്റീവ് അല്ല. പിന്നെ ഈ ലോകത്തിൽ കുടുംബ പ്രശ്നങ്ങളാകട്ടെ, വ്യക്തി പ്രശ്നങ്ങളാകട്ടെ, എല്ലാം പ്രശ്നം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവിടെയെല്ലാം എന്താ കാരണം, ശരിക്കും പ്രാർത്ഥിക്കുന്നവരുൾപ്പെടെ കാര്യം പ്രാർത്ഥനക്കാരൊക്കെയാണ്. പക്ഷെ അവർ ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല, നിത്യതയെക്കുറിച്ചുള്ള അറിവ്. ഞാൻ പറയാം, അറിവും അനുഭവവും തമ്മിലുണ്ടാകുന്നൊരു അന്തരം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ധ്യാനം കൂടെ ഒരു സ്വപ്നദർശനമെങ്കിലും തരണമെന്ന് കർത്താവ്. ഒറിജിനൽ, ചുമ്മാ തോന്നൽ, ചുമ്മാ നമ്മൾ ദിവാസ്വപ്നം കാണുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഒരു ദർശനങ്ങൾ ദൈവമേ എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള തരണമേ ഒന്ന് പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുന്നത്. തോന്നലൊന്നുമില്ല, ഒറിജിനൽ സംഭവം. അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ഈശോ മാത്രം. 1 കൊരിന്ത്യർ 2:2 പൗലോസ് പറയുന്നത് കൊണ്ടല്ലേ. പൗലോസ് ഡമാസ്കസ് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും മറ്റാരെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് ആരെ അറിയണ്ട, ഒന്നും അറിയണ്ട. കാരണം ആ അറിവ് മതി. ആ അറിവിൻ്റെ വലിപ്പം എന്താണെന്ന്, മഹത്വം എന്താണെന്ന്, ഈശോയെക്കുറിച്ചുള്ള അറിവിൻ്റെ, നിത്യതയുടെ അറിവിനെ വലിപ്പം എന്താണെന്ന് പൗലോസ്ലീഹായ്ക്കറിഞ്ഞായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ ഇന്ന് സുവിശേഷം വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ വരുമ്പോൾ വലിയ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മളൊക്കെ എപ്പോഴും ഒരു കാര്യത്തിനോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാത്രം തേടിക്കൊണ്ട് നമ്മൾ സുവിശേഷ പ്രഘോഷണം കേൾക്കാനും ധ്യാനം കൂടാനും പോയേക്കരുത്. ഉള്ള വിശ്വാസം കൂടെ പോകും.
നമ്മൾ വചനവും നിത്യജീവനെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടുന്നു. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനം നല്ല പവർഫുൾ വചനമാണ്. ഫിലിപ്പി 3, 7, 8, 9, 10 വചനം. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടേണ്ടതിനും വേണ്ടിയത്രേ. അപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിക്കുന്ന കാണാൻ പറ്റും. അവൻ പറയുന്നുണ്ട്, ഞാൻ ഹെബ്രായൻ വെച്ച ഹെബ്രായനാണ്, നിയമപ്രകാരം പരിസേയൻ, ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, ഇസ്രായേൽ വംശത്തിൽ പിറന്നവൻ, അവന് വലിയ കുടുംബം അഴകിയുമെല്ലാം പറഞ്ഞു, അത്രയും വലിയ സംഭവക്കാരനാണ്. പക്ഷേ ഇത് മുഴുവൻ ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റുന്നതിന് കാരണം അവൻ ഈശോയുടെ വിലയറിഞ്ഞു എന്നുള്ളതാണ്. നിത്യജീവൻ്റെ വിലയറിഞ്ഞു. അതാണ് പരിശുദ്ധാത്മാവ് നിറയുന്നൊരു വ്യക്തിക്ക് ഈശോയുടെ വിലയറിയാവുന്നുള്ളതാണ് പ്രത്യേകത. പരിശുദ്ധാത്മാവ് നിറയാത്തവന് ഈശോയുടെ വില യൂദാസ് കൊടുത്ത പോലത്തെ ഒരു വിലയെ കൊടുക്കുകയുള്ളൂ. ഓൺലി 30 coins, സിൽവർ കോയിൻസ്. അപ്പോൾ അവന് അതാണ് കുഴപ്പം. ഇന്ന് ലോകത്തിൽ ഇത് മനുഷ്യനെ ദുഷ്ടാരൂപി പിടിച്ചിരിക്കുന്നു എന്നുള്ള കാരണം ഇതാണ്. ദുഷ്ടാരൂപി എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, യൂദാസിൽ പിശാച് പ്രവേശിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അപ്പക്കഷ്ണം സ്വീകരിച്ചതിന് പിശാച് അവനെ 13-27 പറയും. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. കണ്ടോ, സാത്താൻ അവനെ പ്രവേശിച്ചു. അപ്പോൾ അവനോട് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറുകയാണ്, ദുഷ്ടാരൂപി അവൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കയറുമ്പോൾ അവൻ്റെ മുമ്പിൽ പിന്നെ ഈശോ നമ്മുടെ ഈശോയെ പരിഹസിക്കാൻ പോലെ ഗുരുവെ സുസ്തി എന്ന് പറഞ്ഞാൽ പരിഹസിക്കാൻ കാരണം അവൻ്റെ ഉള്ളിൽ പിശാച് കയറി. സഭയെ നാളുകൾ തിരുസഭയും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും വിശ്വാസ രഹസ്യങ്ങളെയും തിരുവചനങ്ങളെയും ദൈവ പ്രഘോഷണങ്ങളെയും ഒക്കെ പരിഹസിക്കുമ്പോൾ ആ വ്യക്തിയിൽ 100% ഉറപ്പാണ് പൈശാചിക ശക്തി കയറിയിട്ടുണ്ട്. അവന് വില 30 വെള്ളി നാണയം, പണം, സ്വത്ത്, സുഖം, അടിപൊളി ജീവിതം, നൈറ്റ് ക്ലബ്ബ്, പാട്ട്, ഡാൻസ്, സുഖമാണ് അവൻ്റെ ദൈവം. പക്ഷേ അത് പൈശാചിക ശക്തി. പിന്നെ അവന് വഞ്ചനാ സ്വഭാവമാണ്. ദുഷ്ടാരൂപി കയറുന്ന ഏതൊരു വ്യക്തിക്കും ഈ വഞ്ചിക്കുന്ന സ്വഭാവമാണ്. ആരെയും അവൻ ചതിക്കുന്നുള്ളൂ. ഇവിടെ ഗുരുവിനെ ചതിക്കുന്നു, എന്നാൽ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ ചതിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ ചതിക്കുന്നു. സഭയിലൊക്കെ ഈ ചതി എന്നുള്ള സ്വഭാവം അത് ദുഷ്ടാരൂപി കയറുമ്പോൾ ഉണ്ടാകുന്നൊരു നേച്ചറാണ്. ഒക്കെ എന്തിരിച്ച് വീണ്ടും വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടങ്ങിയെന്ന് വെച്ചാൽ അപ്പോൾ അത് പരിശുദ്ധ അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മുഴുവൻ തന്നെയും ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു സൂചനയാണ്. വരാൻ പോകുന്ന കാലങ്ങളിൽ സഭയിലും ലോകത്തിലും സമൂഹത്തിലും വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെ കണ്ടിട്ട് അമ്മ കണ്ണുനീരൊഴുക്കുന്നു. അമ്മ പ്രാർത്ഥിക്കാൻ പറയുന്നു, ദൈവജനത്തോട് പ്രാർത്ഥിക്കാൻ പരിഹാരം ചെയ്യണം, ജപമാല ചൊല്ലണം, പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ആ രക്തക്കണ്ണതിനർത്ഥം ഒരുപാട് ആത്മാക്കൾ മരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ മാരക പാപത്തിൽ മരിക്കുന്നുവെന്നും അവരുടെ ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് സ്വർഗം കരയുന്നു. ആ കണ്ണുനീരാണ് പരിശുദ്ധം. ഞാൻ പലപ്പോഴും പരിശുദ്ധം ഈ ചോരക്കണ്ണുനീരെന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഇസ് എ ബ്ലഡ് ഷെഡിങ് അല്ലേ, ടീയേഴ്സ് ഓഫ് ബ്ലഡ്. വൈ ഇറ്റ് സോ? അതങ്ങനെ കാരണം എന്താ? കാരണം വേറൊന്നുമല്ല, ശരിക്കും തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ 1, 2 ഈശോയെ അതുപോലെ നമ്മൾ പീഡിപ്പിക്കുന്നു. ഈശോയെ വീണ്ടും നമുക്കറിയാം, വിശ്വാസം പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണതിൻ്റെ അർത്ഥം ഈശോ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മല കയറിയപ്പോൾ അമ്മ സഹയാത്രികയായിട്ട് പോകുന്ന പരിശുദ്ധ അമ്മ, ആ കുരിശിൻ്റെ വഴിയെ നടന്നു പോകുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെ ചോരക്കണ്ണുനീരൊഴുകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ശരിക്കും ഇന്നും ദൈവമക്കളും നമ്മളൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും രഹസ്യമായും പരസ്യമായും യുദാസിനെ പോലെ ഈശോയെ ഒറ്റിക്കൊടുക്കുകയും സഭയെ പീഡിപ്പിക്കുകയും വിശുദ്ധിക്കെതിരായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മളിൽ കുടികൊള്ളുന്ന ജ്ഞാനസ്നാനത്തിലൂടെ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ രഹസ്യമായും പരസ്യമായും അഹങ്കാരം കൊണ്ടും നുണ പറഞ്ഞ് അപവാദം പറഞ്ഞും ഒക്കെ നമ്മൾ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം അമ്മ കരയുന്നുണ്ട്, പരിശുദ്ധ അമ്മ കരയുന്നുണ്ട്. അതാണ് ആ കണ്ണുനീരിന്